എങ്ങനെ ചായ അടിപൊളിയാട്ടോ. ഞാൻ മുന്നോട്ട് വേറെ കാര്യം കൂടുതൽ സംസാരിക്കണം എന്ന് വിചാരിച്ചു. എന്തൊക്കെ കുഞ്ഞാങ്കാട്ടി വയനാട് കൊണ്ടേക്കാണ്ട് ഒരു നറുക്കെടുപ്പൊക്കെ വെച്ചുകാണ്ട്. വയനാടല്ല, കാസർഗോഡ്. എന്താ പ്രശ്നം? കാസർഗോഡ് എന്താ അതിന് പ്രശ്നം? എന്താ പറയാ? അല്ല, വണ്ടൂര് നിലമ്പൂര് അൻപറും പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഇപ്പൊ ചർച്ച. അത് ചർച്ച എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആളുകൾ യൂട്യൂബേഴ്സും പിന്നെ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ റീച്ച് ഇട്ടാനും വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക. അത്രേ ഉള്ളൂ അതിൽ. ഞാനതിന് മനസ്സിലാക്കിയത് കുഞ്ഞാനെ നടക്കുന്ന നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിക്കാണ്ട് ഒക്കെ അത് രണ്ട് വരെ ഏറെക്കുറെ ഒക്കെ ശരിയായി. പിന്നെ എന്താന്ന് ചോദിച്ചാല് നറുക്കെടുത്ത ടൈമിൽ ഒരു സ്വാഭാവികം യൂട്യൂബിൽ ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ എല്ലാ നറുക്കെടുപ്പിന്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഏത് സെലിബ്രേറ്റ് വന്നാലും ഒന്ന് ഇളക്കിയാണ്ട് അതിനകത്തോടെ ഒരു മനസ്സിലാക്കുന്നത് എന്തോ തപ്പിയെടുക്കണമായിരുന്നു. ഒരു വീഡിയോ ഒന്ന് കണ്ടോ, ഒരു 2 3 മിനിറ്റ് 4 മിനിറ്റ് ഹോൾഡ് ചെയ്ത് കണ്ടാണ് അത്രയും കുറിച്ച് ശരിക്കും ഒന്നിട്ടാ പോലെ. അല്ല, ഒന്നിനെ ഞാൻ പറയുന്നേക്ക് അതുപോലെ സാധാരണ ഞാൻ ന്യായീകരിക്കല്ല. കാരണം ഈ പറയുന്ന അത്രയോ പിന്നെ അത്രത്തോളം പ്രശ്നമായിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എന്താ വെച്ചാൽ ആ സംഭവത്തിൽ ഓനതിന് ഫസ്റ്റ് മുതലേ കുറേ വീഡിയോ ചെയ്തു. കുറേ ആളുകൾ അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവിടുത്തെ കാര്യപ്പെട്ട ആളുകളുണ്ട്, പിന്നെ മയലിന്റെ ആളുകളുണ്ട്, മറ്റോലും പഞ്ചായത്തിന്റെ ആളുകളുണ്ട്. ഇന്ന് ഓർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ മറ്റോലും അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി. ഈ സോഷ്യൽ മീഡിയ കൂടെ ആകുമ്പോൾ സോഷ്യൽ മീഡിയ മാനിക്കണം. സോഷ്യൽ മീഡിയ കൂടെ പൈസ ഉണ്ടാക്കണം. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നില്ല. ആ ഒരു ഇത് മാത്രം, അതായത് എല്ലാവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് കുഞ്ഞാമ്പാണ്ടിക്കാടിനെ പോലത്തെ ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ തന്നെ കുഞ്ഞാന്റെ റീച്ച് എന്ന് പറഞ്ഞാൽ കുഞ്ഞാന്റെ തൊള്ളേ ഓന് പിന്നെ മണിക്ക് കല്ലാളെ എന്നൊക്കെ പറഞ്ഞാൽ ജഗപോകാൻ അതാണ് ചിലർക്ക് പറ്റുന്നില്ല. ആ യൂട്യൂബ് ചെയ്യുന്നവർക്കും പറ്റുന്നില്ല, ചില മറ്റുള്ള പിന്നെ ആളുകൾക്ക് വേറെ സത്യം അത് വേറെ സത്യത്തിന്റെ ബാങ്കിൽ. പക്ഷെ ഞാൻ അതിൽ കണ്ട തെറ്റ് എന്ന് പറഞ്ഞാൽ ഓനൊരു 3 മിനിറ്റോളം ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഏത് കജ്ജ് താഴത്തേക്കാണ്, ഇടത്തെ കജ്ജി. അല്ല, നിങ്ങൾ നോക്കി അത് ഞാൻ അതിന്റെ ശേഷം ഞാൻ യൂട്യൂബിൽ അടിച്ച് കുറെ നറുക്കെടുപ്പിയാൻ നോക്കി. അതൊക്കെ എന്താ എത്ര കുലിക്കാലോ അല്ലെങ്കിൽ കറക്കണ മെഷീനൊക്കെ കറക്കാലും ഒന്ന് എടുക്കുക ഇടുക ഇങ്ങനെ കാട്ടിത്തരാം. ഇതിലിപ്പോ ഞാൻ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണലായിട്ട് അഭിപ്രായം ഞാൻ നറുക്കെടുക്കാൻ പാടില്ലായിരുന്നില്ല ഇതിൽ അഭിപ്രായം. ഞാൻ ആ വീഡിയോ പിന്നെ പക്ഷെ ഓനെ നറുക്കെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഓൻ അവിടുത്തെ ആളുകൾ നിർബന്ധിച്ചതുകൊണ്ട് ഓനെ നറുക്കെടുക്കാൻ ഓന് പിന്നെ പരസ്യമായിട്ട് പറയേണ്ടി ഞാൻ നറുക്കെടുത്ത ശരിയാവില്ല, കാരണം ഞാനില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒഴിഞ്ഞ് മാണ്ടിന് ആ ഒരു കുഞ്ഞാൻ കാരണം ചില കാര്യത്തിൽ കുഞ്ഞാനല്ല അങ്ങനെ അങ്ങോട്ടൊക്കെ പോയിട്ട് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം ഓൻ്റെ തെറ്റാണ്. പിന്നെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് കുഞ്ഞാമ്പാണ്ടിക്കാട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ഞാൻ പാണ്ടിക്കാടിനെ വിമർശിക്കണ്ടെന്നോ പിന്നെ നമ്മളെ വിമർശിക്കണ്ടെന്നില്ല ഒന്നും ഞാൻ പറയില്ല. തെറ്റ് ചെയ്താൽ ആരായാലും വിമർശിക്കുമ്പോൾ തെറ്റ് ഇത് ഈ ഒരു തെറ്റ് അത്രത്തോളം വലിയൊരു സംഭവമാണെങ്കിലോ ഒന്നും നമ്മൾ തോന്നിയിട്ടില്ല. ശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങനെ വിഷയങ്ങൾ കട്ടണമാതിരി അല്ലെങ്കിൽ അതിന്റെ അടിയിൽ ഒട്ടിച്ചാണ് അതൊക്കെയാണ് സൂപ്പർ കൂൾ ഒട്ടിച്ചാണ് ഈ ഒരു ഒന്നും നോക്കാം. ഒരു കടലാസിനെ സൂപ്പർ കൂൾ ഒട്ടിച്ചാണ്ട് ഇങ്ങനെ എടുത്താൽ ആ പാർട്ട് അത് കിട്ടുമോ? അങ്ങനെയല്ലോ പറഞ്ഞത്. അതിന്റെ വിദഗ്ധം പറയണെന്താ പോലെ കാട്ടിയേക്കും. ഒരു വേറെ പേപ്പർ ഒരു ഓർഡർ ആക്കിയാൽ വെച്ചേക്കാം. അതിന്റെ ഓർഡറിന്റെ ഉള്ളിലേക്ക് തിരികേക്കാണ്, അതിന് വലിച്ചൂരേക്കാണ്. അങ്ങനെയൊക്കെ വലിച്ചു വരുന്നുണ്ടെങ്കിൽ ആൾക്കാരെ മുന്നിൽ 2-4 ബോക്സ് അല്ലേ, 2 ബോക്സ് ആണ് ആകല്ലേ. അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചു വരാനൊക്കെ സിമ്പിളാണ്. ഈ ജനങ്ങളുടെ അടിയിലും ആ ബോക്സിൽ എത്രങ്ങാനും സംഭവം ഇതൊക്കെ എന്താണോ ഇതൊന്നും വെറുതെ ഒരു പണി ഇല്ലാത്ത ഇതിൽ റീൽസ് കിട്ടാൻ യൂട്യൂബിൽ പറയാൻ എല്ലാവർക്കും ന്യായീകരിക്കണമെന്നുണ്ടാവില്ല. കുഞ്ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടണം. അതിനെന്തെല്ലാം മാർഗം എന്നിട്ട് പിന്നെ അവിടുത്തെ ആളുകൾ ആരെങ്കിലും ഈ നറുക്ക് എടുത്ത് ഈ കൂപ്പൺ എടുത്ത് ആരെങ്കിലും ഒന്ന് കംപ്ലൈന്റ് കൊടുക്കുക, കുഞ്ഞാൻ എടുത്ത ശരിയല്ല എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കുക പറയാം, ഒന്നും ചെയ്തില്ല. ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർമാർ ഓനോട് എതിരില്ല ഈ ആളുകൾ റീച്ച് കിട്ടാൻ വേണ്ടി പറയാനല്ലാതെ വേറെ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തിരുന്നോ? ആരും കംപ്ലൈന്റ് ചെയ്തില്ല. ഫിറോസ് കുന്നുംപറമ്പിന് എല്ലാവരും കുറ്റം പറയും. പൈസ കൊടുത്തൊരു മനസ്സും മോന് കുറ്റം പറയുന്നില്ല. ഈ മീഡിയക്കാരാണ് കുഞ്ഞാമ്പാണ്ടിക്കാരനെ കുറ്റം പറയുന്നവരെന്നും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇഷ്ടം പോലെ നല്ല വീഡിയോസ്, അതായത് ആളുകൾക്ക് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വീഡിയോ ചെയ്തിരുന്നു. പൈസ വാങ്ങാതെ പല ചാരിറ്റിക്കാരും പൈസ വാങ്ങാതെ തന്നെ കുഞ്ഞാമ്പാണ്ടിക്കാട് ഒരുപാട് നമ്മക്കറിയാം. കാരണം കുഞ്ഞാമ്പാണ്ടിക്കാരെ പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ്. ഒരുപാട് പള്ളി എത്തിങ്ങാന മദ്രസ ഇതിനൊന്നും ആൾക്കാർ നല്ലത് പറയില്ല. കുഞ്ഞാമ്പാണ്ടിക്കാട് കണ്ടില്ല നോക്കാൻ നിങ്ങൾ അവിടെ പള്ളിയായിട്ട് അല്ലെങ്കിൽ അതന്നെ അങ്ങനെ കുറെ കുഞ്ഞാമ്പാണ്ടിക്കാരൻ ചില സംഭവത്തിൽ ഓനെ എന്താ സംസാരിക്കേണ്ടതും പറഞ്ഞോളുന്നില്ല. മനസ്സിലാക്കിയാലോ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാരണത്തിൽ പെട്ടതാണ് ഒന്നും. അതൊക്കെ സംഭവം ആ ഒരു സംഭവം ഒക്കെയാണ്. അതായത്
പ്രത്യേകിച്ച് ഇതില് ഫസ്റ്റ് മുതൽ കുഞ്ഞാമ്പാണ്ടിക്കാട് ഇതിൽ ഇടപെട്ട ആള്, ഓന് വീഡിയോ പ്രൊമോഷൻ ചെയ്ത ആള്, ഓനിതിങ്ങനെ ചെയ്യുമ്പോൾ ഓനെന്നെ നറുക്കെടുക്കുമ്പോൾ ഇത് എടുത്ത ആളുകൾക്ക് കൂപ്പൺ എടുത്ത ആളുകൾക്ക് സംശയിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും. അപ്പൊ ഇത് സംഭവം ശരിയാണ്, കുഞ്ഞാതിൽ കള്ളത്തരം കാട്ടിക്കണമെന്നില്ല, അത് അതിനൊരു ഇട വരുത്തി കുഞ്ഞാനെന്നുള്ളൊരു കാര്യം അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അതിലൊന്നുമില്ല. ഒരു കാര്യം ആൾക്കാർ ഇങ്ങനെ നോക്കി തെറ്റുകൾ കണ്ട് നല്ലതാരും നോക്കി നടക്കില്ല, തെറ്റുകൾ കണ്ടുകാണ്ട് അതിങ്ങനെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, അത് പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന ആളുകളാവുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ വീഡിയോ ചെയ്തു ബൈക്കുമ്പോ പോയി ഇറങ്ങാണ്ട് അതൊക്കെ എന്താ നിങ്ങൾക്കൊക്കെ വരാണ്ട് സംഗതി, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഫേസ് ചെയ്യാൻ കഴിയണോലും മാത്രമേ എന്തുള്ളൂ. ഒരു ഉളുപ്പില്ലാതെ ഫേസ് ചെയ്യാൻ ഫാമിലിനായിട്ട് യൂട്യൂബിൽ ഇറങ്ങാൻ പാട്. രണ്ടാമത് എന്താ ഇപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ, തൊലിക്കട്ടി നല്ലോമാണ് ഈ ഫീൽഡിൽ. അത് കുടുംബത്തിലാണെങ്കിലും അഥവാ പുറത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ തൊലിക്കട്ടി നല്ലോമാണ്. കാരണം ഇതിൽ നല്ലതും വരും ചീത്തയും വരും. ഇപ്പൊ സാമിന സേവർ എന്താണ് അതൊക്കെ ഓന്റെ ബിസിനസ്. ഞാൻ പറഞ്ഞല്ലോ, ഓന്റെ തൊള്ളയാണ്, ഓൻ എങ്ങനെ ആക്കിയത് ഓന്റെ തൊള്ളയാണ്. കുഞ്ഞാമ്പാണ്ടിക്കാരൻ അറിയപ്പെട്ടത് എങ്ങനെയാണ്, ഓന്റെ പണ്ടൊരു ചെറിയനും ആ ചെറിയ ടിക്ടോക്ക് കൂടെ വന്നുകാണ്ട് പിന്നെ മാണിക്ക് കല്ലാളെ നനങ്ങാണ്ട് ഓന്റെ ആ തൊള്ളയാണ്. അത് ഇനി എന്ത് സാധനം എന്ത് പ്രൊഡക്റ്റ് വിൽക്കാണെങ്കിലും അത് ഓന്റെ അത് നിയമം നിരോധിച്ച സാധനം നല്ലല്ലോ ഓൻ കമന്റ് ബോക്സ് തുറക്കുമ്പോ നമുക്കൊരു തൊലിക്കട്ടി വേണമെന്ന് പറഞ്ഞാലും ഓന്റെ കുട്ടി ഓർക്കണ്ടേ, അതൊക്കെ ഉണ്ടാവും. ഓന്റെ കുട്ടി ഓർക്കുമ്പോ ഓന്റെ കുട്ടി ചെറിയ കുട്ടി എന്തൊക്കെ ചെയ്ത് പറഞ്ഞത്. ഇവിടെ ബീവറേജില് പിന്നെ സാധനം വെക്കുന്ന ആൾക്കാർക്കും കുട്ടികളും മക്കളൊക്കെ ഉണ്ട്. പിന്നെ വിറ്റിങ്ങാണ്ടാണ്, കഞ്ചാവൊക്കെ വിറ്റിങ്ങാണ്ടാണ്. ഓൽക്കൊക്കെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്. ഒരു കമന്റ് ബോക്സ് തുറക്കുമ്പോഴാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അതിന് തൊലിക്കട്ടി വേണോ, നമ്മളതിന് കുറ്റല്ല പറയണേ. ആ വിഷയത്തിൽ അത്രേ ഉള്ളൂ. അതിലിപ്പോ കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ ഇങ്ങനെ നിങ്ങളിങ്ങനെ കുഞ്ഞാമ്പാണ്ടിക്കാട് പറഞ്ഞാണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു വിഷയം ഈ നറുക്കെടുത്ത വിഷയം നമ്മളിപ്പോ ഇതിന്റെ മുന്നേ കുഞ്ഞാമ്പാണ്ടിക്കാട് ഈ നറുക്കെടുത്ത വിഷയത്തിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. ഞാനതിക്ക് ഒരു ഉറുപ്പ്യ കൊടുത്തിട്ടില്ല. നമുക്ക് ആവശ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞേ അങ്ങനെ അതാണ്. കൂപ്പൺ എടുത്തവർക്ക് ഒന്നും ഒരു വിഷയമല്ല. 8,000 ആൾക്കാരല്ലേ കൂപ്പെടുത്ത്, 8,000 ആൾക്കാർ. അത് ഓർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കാരണം എന്താ വെച്ചാല് ഇതുമ്പോൾ ഇത് കിട്ടും പ്രതീക്ഷിക്കാണ്ടല്ല, സഹായിക്കണം പറഞ്ഞ 1000 റുപ്യ ഒരു കൂപ്പണ്. ആ 1000 റുപ്യ എന്താന്ന് വെച്ചാൽ ചാരിറ്റി കൊടുക്കാണ്. ഒന്നിനെ തളർത്ത മറ്റൊന്നിനെ വളവുള്ളതാണ്. ഒന്നിന് കഴിഞ്ഞാല് മറ്റൊന്ന്. അപ്പൊ എന്താ വെച്ചാല് ഈപ്പന് വേറുന്നുണ്ട് ഈ പോയത്തൊക്കെ എത്തിക്കണല്ലോ. ഇതോടെ കുഞ്ഞാനും റീച്ചാകാണ്. ഞാനും പറഞ്ഞാണ്. അല്ലാതെ കുഞ്ഞാണ് സ്റ്റേഷനിൽ പോയതും അവിടേക്ക് പോണതും അപ്പാനോട് പറയണതും. യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഈ കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാക്കണം. അത് ഏത് വിധത്തിലായാലും അത് വേറൊരാൾക്ക് ദോഷം ചെയ്യരുതെന്നുള്ളതുള്ളൂ. ഇപ്പൊ അതിലില്ല, അതോ ചലിച്ചിട്ടില്ല. പിന്നെ ഇതിനെ റേച്ചിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നു. കുഞ്ഞാമ്പാണ്ടിക്കാന്റെ വിഷയത്തിൽ എനിക്ക് പറയാം, സൈക്കിൾ താണ്ട് ഇങ്ങോട്ട് എന്റെ കുഞ്ഞാനെന്താക്കി നീ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. എല്ലാ മറുപടിയാണ് യൂട്യൂബേഴ്സ് അല്ലേ.